മണ്ഡലത്തിൽ സജീവമായി രാഹുൽ കുരുപൊട്ടി ഒലിച്ച് ഡിഫിയും ബി ജെ പിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായി. ഇന്നലെ പാലക്കാട്ടുകാരുടെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു പാലക്കാട്ട് നിന്നും ബംഗളൂരുവിലേക്ക് പ്രതിദിന AC സർവീസ് ബസ്. സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ ഒരു AC സർവീസ് എല്ലാ ദിവസവും പാലക്കാട്ട് നിന്നും ബംഗളൂരുവിലേക്കും ബംഗളൂരുവിൽ നിന്ന് തിരികെ പാലക്കാട്ടേക്കും വേണമെന്നുള്ള ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ആ ആവശ്യമാണ് ഇന്നലെ യാഥാർത്ഥ്യമായത്. ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 8:30-ക്കായിരുന്നു ഈ ചടങ്ങ് വെച്ചിരുന്നത്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്നും ക്ഷണിച്ചതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഫ്ലാഗ് ഓഫ് കർമ്മത്തിനായി അവിടെ എത്തി. ഇന്നലെ 8:50 കൃത്യമായി അദ്ദേഹം അവിടെ എത്തി. ഏതാണ്ട് 9:30 വരെ അവിടെ അദ്ദേഹം ചെലവഴിച്ചു. ഒളിച്ചും പാത്തും ഒന്നുമായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയത്. ഈ നടക്കാൻ പോകുന്ന ആ ഫ്ലാഗ് ഓഫ് സെറമണി ആരും പാതിരാത്രി ആരും അറിയാതെ ഒന്നും തട്ടിക്കൂട്ടിയതായിരുന്നില്ല. സർവീസ് നടത്തേണ്ടുന്ന സമയം അതാണ്. എല്ലാ ദിവസവും രാവിലെ 9:15 ബംഗളൂരുവിലേക്ക് പാലക്കാട്ട് നിന്നും വണ്ടി പോകുന്നത്, തിരികെയും. അപ്രകാരം അവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് കൃത്യമായിട്ടും ഈ നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച് നമുക്കറിയാം. ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ വിവിധ സംഘടനകളുണ്ട്. അതിൽ CITU വളരെ സജീവമായൊരു സംഘടനയാണ്. അതുപോലെ BMS ഉണ്ട്. ഈ 2 യൂണിയൻകാരും ഇത് കൃത്യമായി വെൽ ഇൻ അഡ്വാൻസ് അറിഞ്ഞിരുന്നു. ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ CITUവിൻ്റെ ആ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരൊറ്റ DYFIക്കാരന്മാരോ BJPക്കാരന്മാരോ അവിടെ തടയുവാൻ എത്തിയിരുന്നില്ല. ഇന്നലെ വരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അങ്ങനെ നല്ല വൃത്തിയായ ഫംഗ്ഷൻ നടന്നു. രാഹുൽ അവിടെ സമയമെത്തി. ഫ്ലാഗ് ഓഫിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരോടും അവിടെ കൂടി വന്ന പ്രധാനപ്പെട്ട ആളുകളോടുമെല്ലാം അദ്ദേഹം കുശലം പറഞ്ഞ ശേഷം സമയമെടുത്ത ശേഷം ഏതാണ്ട് 9:50 അദ്ദേഹം അവിടുന്ന് തിരികെ പോയത്. ഈ സമയത്തൊന്നും ആരും പ്രതിഷേധിക്കുവാൻ മുതിർന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് രാവിലെ കളം മറിഞ്ഞു. അതുകൊണ്ടാണ് ITV ന്യൂസ് പറയുന്നത് രാഹുലിനെതിരെ വീണ്ടും ഇവന്മാർ പടയൊരുക്കം തുടങ്ങുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സിംറ്റമാണ്. കാരണം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണമോ അറസ്റ്റോ ഉണ്ടാക്കി ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുവാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് പറയുവാൻ കാരണം അതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഫ്ലാഗ് ഓഫ് സെറമണിയും കഴിഞ്ഞു, വണ്ടി ബംഗളൂരുവിലേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഇന്ന് രാവിലെ വലിയ പ്രതിഷേധവുമായി DYFIയും BJPയും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. അന്നേരം അവർക്ക് തിരിച്ചും സ്വകാര്യ ബസ്സുകൾ തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSRTCയുടെ ഒരു സർവീസ് തുടങ്ങുന്നത് നന്നായിരിക്കും. ഒരു AC ബസ്, ഏതാണ്ട് 50 സീറ്റുകളുള്ള ആ ബസ് അവിടുന്ന് ആരംഭിച്ചു. സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ AC സർവീസ് ബംഗളൂരുവിലേക്ക് സാധാരണഗതിയിൽ സ്വകാര്യ ബസ്സുകൾ ഏതാണ്ട് 1750, 2000 രൂപ വരെ, ചില സമയങ്ങളിൽ ഉത്സവ സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമൊക്കെ അത് 3000, 3500 രൂപ വരെ ചിലപ്പോൾ പോകാറുണ്ട്. അപ്രകാരമുള്ള ഒരു സർവീസ് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ 1171 രൂപയും അല്ലാത്ത ദിവസങ്ങളിൽ 900 രൂപയ്ക്കും ഈ AC ബസ്സിൽ പോകുവാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയത്. അപ്രകാരം ആ ഫ്ലാഗ് ഓഫ് സെറമണി നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ കാണുക, DYFIക്കാരന്മാർ KSRTCയുടെ ജില്ലാ ഓഫീസിൽ എത്തി ഇന്ന് കാണിക്കുന്ന ഗുണ്ടായിസം കാണിക്കുക. ട്രാൻസ്പോർട്ട് ഓഫീസറെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി ഈ DYFIക്കാരന്മാർ കാണിക്കുന്ന ആ തിണ്ണമെടുക്ക് കാണിക്കുക. ഈ നാണം കെട്ടവന്മാരോട് ചോദിക്കുവാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ നിലവിലൊരു കേസില്ല. ഒരു MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കയറാൻ പാടില്ല എന്നൊരു ഉത്തരവില്ല. അപ്രകാരം വെറും ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചില പദവികൾ മാത്രം മാറ്റി ഈ പറയുന്ന കേക്കച്ചനെ പോലുള്ള നാണം കെട്ടവനാണ് ഇതിന് അവസരമുണ്ടാക്കിയതെന്ന് നമുക്കറിയാം. ഇപ്രകാരം ഇന്ന് DYFI കയറി ഇദ്ദേഹത്തെ ആക്രമിക്കുവാൻ കാരണം മറ്റൊന്നുമല്ല, ഈ കേക്കച്ചൻ്റെ ഈ നടപടി കൊണ്ട് മാത്രമാണ്. അവർ ഇന്ന് ഓഫീസിൽ വന്ന് ആ ട്രാൻസ്പോർട്ട് ഓഫീസറെ തടഞ്ഞു വെച്ച് സംസാരിക്കുന്നത് കാണുക. ഒരു ആഭാസനെ നിങ്ങൾ എന്തിന് പരിപാടിക്ക് വിളിച്ചു എന്ന്. നാണം കെട്ടവന്മാരെ, ആദ്യമൊക്കെ നീ പോയി നിന്റെയൊക്കെ വകുപ്പ് മന്ത്രി ആ കോഴി ഗണേശൻ
ആ കൊട്ടാരക്കര കൊണേശൻ എന്ന് പറയുന്ന ഭൂലോക പെണ്ണുപടിയനെയും ആവാസനെയും നിന്റെ മന്ത്രിസഭയിൽ ഈ ഇടതുപക്ഷത്തെ പിടിച്ചു കയറ്റി മന്ത്രിപദമാക്കി ഇതുപോലൊരു വൃത്തികെട്ടവനെയും ആവാസനെയും പെണ്ണുപടിയനെയും ഗർഭമുണ്ടാക്കുക മാത്രമല്ല സരിതയ്ക്ക് ആ കൊച്ചിന്റെ അപ്പനാന്ന് വരെ പറഞ്ഞ CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വരെ പേരുള്ള ഈ നാണം കെട്ടവനെ ആദ്യം നിനക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ, നിന്റെയൊക്കെ കിണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ ആദ്യമേ പോയി നിന്റെ ആ വകുപ്പ് മന്ത്രി എന്ന നാണം കെട്ട പെണ്ണുപിടിയനെ ഇറക്കി വിട്. നീയൊക്കെ അവിടെ കാണി രാംബീർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടെ ആര് പരാതി കൊടുത്തു? പരാതിയില്ല, FIR ഇല്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തന്നെ ഇപ്പോൾ അവന്മാരൊരു കാര്യം പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്തവരെ നിനക്ക് ആവശ്യമുണ്ടോ എന്നാണ് ട്രാൻസ്പോർട്ട് ഓഫീസറോട് ചോദിക്കുന്നത്. എടാ നാണം കെട്ട കേക്കച്ച, നീയാണ് അതിന് മറുപടി പറയേണ്ടുന്നത്. ഇപ്രകാരം ഒരു അവസരമുണ്ടാക്കിയത്, ഇടതുപക്ഷത്തെ കൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറയിപ്പിച്ചത് നിന്റെ ഒരൊറ്റ നാണം കെട്ടുകൊണ്ടാണ്. പാലക്കാട്ടുകാർ തെരഞ്ഞെടുത്ത കോൺഗ്രസിന് അഭിമാന വിജയം നൽകിയ നീ ഇന്ന് പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നിൽക്കുന്ന നാണം കെട്ടവനെ, നിനക്ക് ആ വിജയം സമ്മാനിച്ച ആ രാഹുലിനെയാണ് ഈ നാണം കെട്ടവന്മാർ വെറും 7ാം കൂലി സ്പീഡിന്റെ വിലയില്ലാത്ത വെറും 3ാം സ്ഥാനത്തേക്ക് പാലക്കാട്ടുകാർ ചവിട്ടിക്കൂട്ടിക്കളഞ്ഞ ഈ നാണം കെട്ടവന്മാർ വന്ന് ഇന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ കാരണം നിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. നിന്റെ കുഞ്ഞമ്മയുടെ ബോധ്യം, എടാ നാണം കെട്ട കേക്കച്ച, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇന്ന് ഇപ്രകാരം ഒരു സീൻ ഇവിടെ ഉണ്ടായത്. ഈ വിഷയം ഡൈലൂട്ടായി പോയത് ശബരിമല സ്വർണ്ണപ്പാളി തീവെട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ വിഷയം ലഘൂകരിക്കുവാനാണ് ഇന്ന് അവന്മാർ ഈ വിഷയം വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്. എന്തുകൊണ്ട്? നിന്റെ ഒരൊറ്റപ്പിടിപ്പുകേട് കൊണ്ട്. എന്തെങ്കിലും കാര്യമുള്ള ഒരു കാര്യമാണോ ഇത്? അല്ല. പരാതിക്കാരില്ല, FIR ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും അദ്ദേഹത്തെ തിരികെ എടുത്തിട്ടില്ല. അപ്രകാരം കോൺഗ്രസ് പ്രസ്ഥാനം പോലും തിരികെ എടുക്കാത്ത ഒരു MLAക്ക് ആ മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? നാണം കെട്ടവനെ, നീയല്ല ഇതിനെല്ലാം കാരണം. ഇന്ന് ഇത്രയും സുപ്രധാനമായ സർക്കാരിനെതിരെ ആളിക്കത്തിക്കുവാൻ പറ്റിയ ഇത്രയും വലിയൊരു വിഷയം കിട്ടിയിട്ടും അതിനെ ഡൈല്യൂട്ട് ചെയ്യുവാൻ നീ ഒരു സൈഡിൽ കൂടി വൺ മാൻ ഷോ സ്കിറ്റ് കളിക്കുമ്പോൾ ഈ വിഷയം ആളിക്കത്തിക്കുവാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ആ MLA തൻ്റെ മണ്ഡലത്തിൽ പോലും കയറുവാൻ ബുദ്ധിമുട്ടുകയാണെന്ന്. എന്തുകൊണ്ട്? നിന്റെ കുഞ്ഞമ്മയുടെ മറ്റെടുത്ത നിലപാട് കൊണ്ട്. ഇന്ന് ഈ അവസരമുണ്ടാക്കിയത് പ്രേക്ഷകർ കാണുക. ഇപ്പോൾ പാലക്കാട്ട് ഈ മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ രാവിലെ പറഞ്ഞു ഇപ്രകാരം ഉണ്ടാകും, ശ്രദ്ധ തിരിക്കൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ സംഭവിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞു, ഫ്ലാഗ് സെറമണി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ, ഈ വിഷയം ആളി കത്തിക്കുവാൻ ഓമാർ ആദ്യത്തെ സാമ്പിൾ ഡോസ് ഇതാ ഇറക്കിയിരിക്കുന്നു. പാലക്കാട്ട് ഈ വിഷയം കത്തിച്ചു തുടങ്ങുന്നു. ഇതിന് പിന്നാലെ ഇനി മുട്ടിൽമരം മുറിക്കള്ളന്മാരുടെ അടുത്ത സ്കിറ്റും നാടകവും വരും. ഈ കേക്കച്ചനും ഇവന്മാരും ആസൂത്രണം ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് DYFIക്കാരന്മാർ നടത്തുന്ന തിണ്ണമെടുക്ക് പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസറെ തടഞ്ഞു വെച്ച് വിരട്ടുന്ന ആ പ്രതിഷേധ പ്രകടനമാണ്. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ വന്നു. ഈ ശബരിമലപ്പാളിയുമായി ബന്ധപ്പെട്ട ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞു നിൽക്കേണ്ടുന്ന സമയത്താണ് ഈ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്യുവാൻ ഇവന്മാർ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം ഒരേ ഒരു ഉത്തരവാദി, കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ നാണം കെട്ട കേക്കച്ചനാണെന്ന് മനസ്സിലാക്കുക. ആദ്യം നമുക്ക് DYFI പ്രവർത്തകർ ഇന്ന് പാലക്കാട് ട്രാൻസ്പോർട്ട് ഓഫീസറിലേക്ക് നടത്തിയ ആ പ്രതിഷേധ പ്രകടനവും അദ്ദേഹത്തെ ഹൊരാബോ ചെയ്യുന്നതും ഒന്ന് കാണുക. അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ക്രിമിനൽ ആയിട്ടുള്ള MLA, അയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് അറിയാലോ, നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. SRTC തിരക്കുകളാണെങ്കിൽ ഇദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ ഈ പ്രോട്ടോകോളും എല്ലാം ശരിയാണ്. ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് അറിയിപ്പുണ്ടാവും. പക്ഷെ സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാദേശികമായി ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പീഡന ആരോപണം വിധേയനായി നിൽക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കാൻ കോൺഗ്രസുകാരെക്കാളും മോശപ്പെട്ട രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങളൊരു അദ്ദേഹത്തിന്റെ പാർട്ടി നിയമസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് അതല്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ വിളിച്ച് ഇങ്ങനെ ഈ MLA ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേള ഉൾപ്പെടെ അതിന്റെ പരിപാടികൾ പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേള നടക്കും. അതിന്റെ പരിപാടി സർക്കാർ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് എന്തായിരുന്നു? നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ താല്പര്യമായിട്ട് ഈ പാലക്കാട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ സർക്കാർ നിയോഗിച്ച ആളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം ഇതിനകത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്.
DTO എന്ന നിലയ്ക്ക് നിങ്ങളുടെ പാലക്കാട് ഡിപ്പോയിലെ ഒരു ജീവനക്കാർ ഈ പരിപാടി അറിഞ്ഞിട്ടില്ല. സാറ് മാത്രമാണ്. പിന്നെ ഏതാനും കോൺഗ്രസിന്റെ ഇവിടെ നടക്കുന്ന പരിപാടിക്ക് നോട്ടീസ് ഒരു നോട്ടീസ്, ഒരു ഫ്ലെക്സ് ബോർഡ്, ഒരു അറിയിപ്പില്ല. ഒരു അംഗീകൃത യൂണിയൻ അവരെ അറിയിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന പത്രക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ കുറെ താല്പര്യങ്ങൾ ഇതിനു മുമ്പ് നടന്ന പരിപാടികൾ സമാനമാണോ ഈ പത്രക്കാര്? ഇതിനു മുമ്പും ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ജനകീയമായി ചെയ്യേണ്ട പരിപാടി ഒളിച്ചും പാത്തും അല്ലെങ്കിൽ കോൺഗ്രസിന് പിടിപൊടി ചെയ്യുന്ന സാറിന്റെ ഈ തീരുമാനത്തെ സാർ, ഇവിടെ ശാസ്ത്രമേള നടക്കുന്നല്ലോ, സംസ്ഥാന ശാസ്ത്രമേളയാണല്ലോ, ഈ പാലക്കാട് വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. MLA എന്തുകൊണ്ട് അതിൽ പങ്കെടുപ്പിച്ചില്ല? ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ പ്രോട്ടോകോൾ കാര്യം പറയുമ്പോഴും ഒരു സാമാന്യമായി ചിന്തിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? ഈ പാലക്കാടിലെ ജനങ്ങൾക്ക് വലിയ അപമാനമല്ല ഉണ്ടാക്കി. ഇത് സർക്കാരിന്റെ ശ്രദ്ധയില്, വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയില്, സംസ്ഥാനത്തെ വകുപ്പ് അധികാരികളുടെ ശ്രദ്ധയിൽ പരാതിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ DTO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണുന്നില്ല. രാഷ്ട്രീയപരം അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും. അത് കൃത്യമായി ഇവിടെ ഈ ഉദ്ഘാടനം ആലോചിച്ചത് KSRTCയിലെ ഒരു പ്രത്യേക സംഘടനയുമായിട്ടാണ്. KSRTCയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം. അംഗീകൃത യൂണിയൻ ഉണ്ടല്ലോ, മറ്റാരെ അറിയിക്കണ്ട, അവരെ അറിയിക്കണ്ടേ? കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞോളൂ. കോൺഗ്രസ് രാഷ്ട്രീയം വളർത്താൻ അത് പറഞ്ഞോളൂ. പിന്നെ ആ രൂപത്തിലാണ് കളിയൽ. ഉദ്യോഗസ്ഥന് പണിയെടുക്കുക. വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. സർക്കാർ സംവിധാനം ഇടപെട്ട് അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. KSRTCയെ നന്നാക്കാൻ അതോ ഞങ്ങൾ ആ വാക്കുപയോഗിക്കുന്ന മറ്റു വല്ല പണിക്കാണോ ഈ കസേരയിൽ ഇരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തു കൊടുക്കുകയാണ് താങ്കളുടെ പണി. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ മറ്റു നടന്നതിന് ശേഷം എത്ര നല്ല രൂപത്തിലേക്ക് ഒരു ബസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി എത്ര വലിയ അപമാനമാണ് ഉണ്ടായത്. കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും ഒക്കെ അല്ലേ? ഇതുപോലെ ഒരു ക്രിമിനലിനെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെ പോകാൻ പറ്റും? പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് വരും. ആ സമയത്ത് ഉദ്ഘാടന ചടങ്ങ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വല്ല ആർക്കെങ്കിലും വിവരം കൊടുത്തു? സാർക്കറിയാതെ എങ്ങനെയാണ് ഈ പാലക്കാട് ഇപ്പോൾ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുന്നത്? സാർ അറിയില്ലെന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലാഗ് കൊണ്ട് എല്ലാ ബസ്സിനും മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കിട്ടും. അല്ല, നിങ്ങളാണ് സംഘടിപ്പിച്ച പരിപാടി. നിങ്ങളായിരുന്നു താങ്കളുടെ അറിവോടെ സമ്മതത്തോടു കൂടി സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിനകത്ത് പൂർണ്ണമായി ഉത്തരവാദിത്വം കാണിച്ചു. ഫ്ലാഗ് ചെയ്യാൻ MLA കൊണ്ടുവന്ന ഫ്ലാഗാണോ? അതോ അയാളെ വീട്ടിൽ നിന്ന് MLA അല്ല വീട്ടിൽ നിന്ന് ആരും അറിയാതെ ചെയ്യണം. ഏതെങ്കിലും ഇവിടെ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ടോ? ജനകീയമായിട്ടുള്ള പിന്നിൽ ഗൂഢാലോചനയില്ലേ? നിങ്ങൾക്ക് അതിൽ പങ്കില്ലേ? രാഷ്ട്രീയമാണ് കളിക്കുന്നത്. എല്ലാ രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് ഇടപാട് കഴിയും. മറുപടി പറഞ്ഞോളൂ. ഇവിടെ ഓഫീസല്ല സാർ, മനസ്സിലാക്കിക്കോ. അത്തരത്തിലേക്ക് മാറും. ഇന്നലെ സാർ ഒരു ബോർഡ് ഒരു നോട്ടീസ് വെച്ചിട്ട് ഞങ്ങളുടെ പ്രതിഷേധം സാർ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്. രാഷ്ട്രീയമല്ല അവിടെ നോക്കേണ്ടത്. മനസ്സിലായ? കോൺഗ്രസിന്റെ രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ ഈ പണി രാജിവെച്ചിട്ട് പോയി കോൺഗ്രസിന്റെ കൊടി പിടിച്ച് പാർട്ടി പ്രവർത്തനം നടത്തും. ഇതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ആഭാസനായിട്ടുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തോന്നിയവാസി ഒരു MLA ആ MLA പോയി വീട്ടിൽ പോയി ക്ഷണിച്ചു പരിപാടിയാണെന്ന് പറഞ്ഞാൽ എന്തൊരു കോൺഗ്രസ്സുകാർ കാണിക്കാത്ത ആവേശമല്ലേ നിങ്ങൾ കാണിച്ചത്? ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്തൊരു തോന്നിയവാസമാണ്. യാത്രയിൽ ധൃതിപ്പെട്ട് ബാംഗ്ലൂരിന്റെ ബസ്സിന് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ അവരെ പോലൊരു ആഭാസനെ വിളിച്ചിട്ട് വന്നിട്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്ത് അതിൽ ഗമ്മിക്ക് കാണിക്കാൻ നിൽക്കുക.
നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ നാട്ടിലെ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ഈ കസേരയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്യേണ്ട കാര്യം? ഇനി സംഘടനയുടെ പവർ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഇനി സംഘടനയ്ക്ക് എത്ര പവറുണ്ട്, സംഘടനയുടെ പവർ എന്താന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇത്രയും കാലം എല്ലാവരും സഹകരിക്കുമ്പോ ഞങ്ങളുടെ ചെവിയിലെ കൂടെ കുത്തുക, കുത്തികാലം വെട്ടുക, അറിയിക്കണ്ടേ? സാറ് 10 ദിവസം മുമ്പല്ലേ വന്ന് അറിയിച്ചില്ല. അപ്പൊ വ്യക്തമായി ഇയാള് വീട്ടിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്ന് 9 മണി വരെ ഇപ്പൊ എഞ്ചിനീയർ ഉദ്ഘാടനം അവൻ പറ്റിയിരിക്കുക, കാര്യം പറ്റിയിരിക്കുക. അല്ല ഇതുപോലെ ഒരാളെ വെച്ച് ഈ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോ എഞ്ചിനീയറാണ് ഉദ്ഘാടനം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ ഈ 8:30 മുന്നേ വരെ MLA വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമായിരുന്നു. അപ്പൊ ആരെ വെച്ച് ഉദ്ഘാടനം MLA കൊണ്ടല്ല, അത് പറയട്ടെ. വെള്ളിയാഴ്ച രാവിലെ 11 മണി മുതൽ ഈ ബസ് ഓൺലൈനിൽ തിരുവനന്തപുരത്ത് ഇത് ഓൺലൈനിലുണ്ട്. ഈ വണ്ടി ഉദ്ഘാടനം ഒന്നുമില്ലെങ്കിൽ ഞായറാഴ്ച രാത്രി ഫുള്ളായിട്ട് പോകുന്ന വണ്ടി അറിയോ? 11 വെള്ളിയാഴ്ച ഞായറാഴ്ച മീറ്റിംഗ് കൂടി ഞാൻ ഇവിടെ എല്ലാ ദിവസവും കൂടി വണ്ടി AC രേഖാമൂലോട് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ചുമതല നില MLA അറിയിച്ചിട്ടുള്ളൂ. അല്ല, അന്ന് ഉദ്ഘാടനം തീരുമാനിച്ചില്ല. ഞാൻ പറയട്ടെ, ബസ് വെള്ളിയാഴ്ച രാവിലെ ഓൺലൈനിൽ വന്നു. 11 മണി തൊട്ട് ഇവിടെ ഓൺലൈൻ ജനങ്ങൾ മുഴുവൻ ചെയ്ത് ഇന്നലെ ഉദ്ഘാടനം നടന്നാലും നമ്മുടെ ബസ് പോകും. അത് ഇതായിട്ട് ഇതില്ല, അത് റീപ്ലേസ്മെന്റ് ബസ്സായിരുന്നു. സ്ഥലം MLA അറിയിക്കാനുള്ള എന്റെ ചുമതല മാത്രമേ ഞാൻ അറിയിച്ചതല്ല. പോയി അറിയിച്ചു. ബസ് ഇങ്ങനെ നോട്ടീസും ബോർഡൊന്നും അടിച്ചില്ല. ഒരു ഉദ്ഘാടനത്തിന്റെ ഒരു നോട്ടീസ് MLA പങ്കെടുക്കുന്ന പരിപാടി, MLA പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങളിത് മുഴുവൻ പറയുന്നത് പറയാന്ന് അവിടെ നിന്നു നിർത്തി. ഇന്നലെ രാത്രി 8:30 വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞു. എന്നോട് പറഞ്ഞു അമൃതയിൽ പോകുന്നത് പറഞ്ഞു. 8:30 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇത്ര ഒരു ഇഷ്യൂ ഇതിൽ ഞാൻ കണ്ടില്ല. അതായത് ഒരു ഇത്ര ഇങ്ങനെ ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബസ് AC ഫുള്ളായി കിടക്കണം, ഓൺലൈനിൽ കിടക്കണം, എല്ലാവരും കാണണം. വ്യാഴാഴ്ച ഞാൻ മീറ്റിംഗ് കൂടി ഇവിടെ എല്ലാ ഹെഡുകളെ അറിയിച്ചിട്ട് രേഖയുണ്ട്. അല്ലാണ്ട് ഞാൻ ആരും ഒറ്റയ്ക്കൊന്നല്ല. ഈ ബസ് വന്നതും മനോരമയിൽ വലിയ വാർത്ത വന്നല്ലോ. ബസ് വന്നത് നല്ലൊരു വാർത്ത മനോരമയിൽ വന്നു. ചടങ്ങ് വന്നില്ലല്ലോ, ഉദ്ഘാടനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഫ്ലാഗ് വന്നത്? ഉദ്ഘാടനമില്ലെങ്കിലും ആ ബസ് പോകുമായിരുന്നു എന്ന് സാർ പറഞ്ഞു. അത്രയുണ്ടല്ലോ. സാർക്ക് ഇത് ഉദ്ഘാടനമേ ചെയ്യേണ്ടിയിരുന്നില്ല. ഇല്ല. പിന്നെ എന്തിനാണ് MLA വിളിച്ചത്? 8:30 MLA വിളിക്കുമെന്ന് പറയണം. ഞാനൊക്കെ കാര്യം പറയട്ടെ. വെള്ളിയാഴ്ച രാവിലെ 11 വന്നിട്ട് ഇത് ഓൺലൈനിൽ വന്ന വണ്ടിയാണ്. ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ആർക്കും അറിയിപ്പ് കൊടുത്തില്ല? അത് ഞാൻ അല്ല, ഇവിടെ ഇത് ബന്ധപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരാൾ ഡ്യൂട്ടിയിലുള്ള കൺട്രോൾ ഇൻസ്പെക്ടർ അരമണിക്കൂർ സംവിധാനമുണ്ട്. ഗൂഗിൾ പേ പോട്ടെ, ഈ വാട്സപ്പിൽ ഉൾപ്പെടെ ഒരു മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് എന്താ അത്ര? അല്ല, 8:30 വിളിച്ച് MLA വരുന്നു എന്ന് പറഞ്ഞപ്പോ പുതിയൊരു സർവീസും അല്ല, പുതിയൊരു സർവീസ് അല്ലാതെ നിലവിലുള്ള ഒരു പഴയ സർവീസ് DLX ബസ് മാറ്റി AC ബസ് വെച്ചാൽ മാത്രം സത്യത്തിൽ ഉദ്ഘാടനം ആവശ്യമില്ല. MLA വരണമെന്നേ ഇല്ല. അതാണ് സത്യം. നിർബന്ധമല്ല. അങ്ങനെ ഇരിക്കെ MLAക്ക് ഒരു വെള്ളപൂശാൻ വേണ്ടി KSRTC വഴി ഒരു അവസരം സാർ നൽകി കൊടുത്തു. ബാംഗ്ലൂർ സർവീസ് ആയതുകൊണ്ട് അറിയിച്ചതാണോ? പ്രത്യേകിച്ച് ബാംഗ്ലൂരിലേക്ക് ആയതുകൊണ്ട് ഞാൻ ലിങ്ക് വന്നപ്പോഴും അറിയിച്ചു. അതാണോ താല്പര്യം? ഞാൻ പറയട്ടെ, ലിങ്ക് വന്നപ്പോ അറിയിച്ചു, AC വന്നപ്പോ അറിയിച്ചു. അടുത്ത ആഴ്ച കൂടുതലൊരു വണ്ടി ഇന്നലെ വന്നിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. ഈ വണ്ടി വന്നൊക്കെ ഇവർക്ക് അറിയാം. ഇനിയിപ്പോ അതാ കൂടുതൽ വണ്ടി വന്ന് പത്രത്തിൽ ഉൾപ്പെടെ വന്നല്ലേ ഉദ്ഘാടനമുള്ള വിഷയം. അറിയോ സാറേ? ഉദ്ഘാടനം 8:30 നടത്തില്ലേ സാറേ? അതെന്തുകൊണ്ട് അറിയിച്ചില്ല? ഇങ്ങനെ തിടക്കിട്ട് വേണ്ട സാറിന് അഭിപ്രായം. അല്ല, ഇതിനു മുമ്പ് വന്ന വണ്ടികളെ അറിയിക്കാൻ പോയി ക്ഷണിച്ചോ? ഇത് മാത്രം പ്രത്യേക താല്പര്യമുള്ളത് ഇത് മാത്രം വീട്ടിൽ പോയി ക്ഷണിക്കാൻ കാരണം ലിങ്ക് അറിയിച്ചാ ഈ വിഷയങ്ങളെല്ലാം അറിയില്ലേ? നമ്മളൊരു കാര്യം ചെയ്യും. ധാരാളം കുട്ടികളൊക്കെ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു MLA ആനയിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നമില്ല. രാഹുലിനെതിരെ
ഇന്ന് പ്രതിഷേധം നടത്തിയ ഈ ഡിഫിക്കാരന്മാർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്ന ഈ നരാധമൻ ഇല്ലായിരുന്നു എങ്കിൽ പിണറായിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷം വരുമായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ തുടർഭരണം ഉണ്ടായേനെ. എന്നാൽ സരിതയുടെ അടിപ്പാവാടയുടെ ബലത്തിൽ സരിതയെ ഇറക്കി ആ സർക്കാരിനെ അട്ടിമറിച്ചത്, ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്, ആ സകല നാരത്തരവും കാണിച്ചത് ഈ ഗണേശൻ എന്ന് പറയുന്ന ഈ ആഭാസൻ, ഈ നാണം കെട്ടവനായിരുന്നു. അങ്ങനെ ആ ഗണേശൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായിയെ വിരട്ടിയാണ് ആ മന്ത്രിപദം ഒപ്പിച്ചെടുത്തത്. ഗതാഗത വകുപ്പ് മന്ത്രി എന്ന പദവി, ആ ചരിത്രമൊക്കെ നീ ആദ്യമേ പോയി പഠിക്കുക ഡിവൈഎഫ്ഐക്കാരെ. അപ്രകാരം ഒരു ആഭാസനെ, ഒരു സീരിയൽ നടി മന്ത്രിമന്ദിരത്തിൽ കയറി ചവിട്ടിക്കൂട്ടി ഇടിച്ച് മുഖം പഞ്ചറാക്കിയ ഫോട്ടോ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. നിന്റെയൊക്കെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇതുപോലൊരു പെണ്ണുപിടിയനും ആഭാസനുമായ ഈ നാണം കെട്ടവൻ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായി ഈ സംസ്ഥാനത്ത് ഇരിക്കാമെങ്കിൽ, നാണം കെട്ടവന്മാരെ നീയൊക്കെ പോയി ചോദിക്കണം, ഇതുപോലൊരു കോഴിയെ, ഇതുപോലൊരു വ്യഭിചാരിയെ, ഇതുപോലൊരു ആഭാസനെ ഈ പാർട്ടിക്ക് ആവശ്യമുണ്ടോ? ഇതിനകത്ത് കൊള്ളാവുന്ന മാനമര്യാദയുള്ള ഒരുത്തനും ഇല്ലേ എന്ന് നിനക്കൊക്കെ ചോദിച്ചുകൂടെ? ഇത്രയും ആവേശവും ആർജവും കാണിക്കുന്ന ഡിഫിക്കാരന്മാരെ നിന്നോടൊക്കെ ചോദിക്കുകയാണ്. നിന്റെയൊക്കെ ആഭാസനായ, ആ പെണ്ണുപിടിയനായ, വ്യഭിചാരിയായ CBI അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മേശപ്പുറത്ത് വെച്ചതിനകത്ത് പറയുന്നുണ്ട് സരിതയുടെ കൊച്ചിന്റെ അപ്പൻ ഇവനാണെന്ന്. ഈ നാണം കെട്ടവൻ യാമിനി തങ്കച്ചിയുടെ മുന്നിലിട്ട് സീരിയൽ നടിയുടെ ഭർത്താവ് ചവിട്ടിക്കൂട്ടി ഇടിച്ച് അവൻ മൂത്രം ഒഴിച്ച് പെടുത്തു കിടക്കുന്ന ആ കാഴ്ച കണ്ട യാമിനി തങ്കച്ചിയുടെ 1 മണിക്കൂർ 20 മിനിറ്റുള്ള വീഡിയോ ഇപ്പോഴും ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാർ നൽകിയ അഭിമുഖം ഇപ്പോഴും ഏഷ്യാനെറ്റിലുണ്ട്, സകല സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. നീയൊക്കെ കാണണം. നിന്റെ ആവാസം മന്ത്രിയുടെ, ഈ വകുപ്പ് മന്ത്രിയുടെ, ഈ ഗതാഗത വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രിയുടെ ഗുണങ്ങൾ പറയുന്നത് കേൾക്കാം. ഇതുപോലെ ശ്രീവിദ്യ എന്ന ആ നടിയെ കബളിപ്പിച്ച് കൂടാമ്പാക്കത്തെ വീട് വിറ്റ് കിട്ടിയ 6 കോടിയും ആ സ്വത്തുമെല്ലാം ഇഷ്ടദാനം എഴുതി വാങ്ങി ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കി അവരെ വട്ടിയൂർക്കാവ് ഇരിപ്പോടുള്ള ഒരു കുടില് പോലുള്ള ഒരു വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് അവരെ സ്ലോ പോയിസണിങ് ചെയ്ത് തീർത്ത് കളഞ്ഞ ഒരു ഡാൻസുകാരിയെ വെച്ച് സകല സ്വത്തുക്കളും തട്ടിയെടുത്ത ഈ നാണം കെട്ടവന്റെ മറ്റു കഥകൾ നിനക്കൊക്കെ അറിയാമോ ഡിവൈഎഫ്ഐക്കാരി? ഇത്രയും ആഭാസനും പെണ്ണുപിടിയുമായ ഒരു നാണം കെട്ടവൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ മന്ത്രിപദത്തിലെത്തി അവൻ ഇപ്പോൾ ഇതാ മുട കാണിക്കുകയാണ്. KSRTC ജീവനക്കാരെ എല്ലാം അവന്റെ തന്ത മറ്റേ ഇടമലയാർ തീവട്ടിക്കൊള്ള കേസിൽ ജയിലിൽ കിടന്ന ആ കള്ളൻ, അവന്റെ തന്തയുടെ വകയാണ് ഈ കേരളവും KSRTC ഡിപ്പാർട്ട്മെന്റും എന്ന തലത്തിലാണ് ഈ നാണം കെട്ടവൻ നടക്കുന്നത്. അവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ, അവന്റെ ആ മുട ഇല്ലാതാക്കാൻ നിനക്കൊക്കെ പറ്റുമോ? ആദ്യം അത് ചെയ്തിട്ട് രാഹുലിനെതിരെ പ്രതികരിക്കാൻ വരിക. രാഹുലിനെ സംബന്ധിച്ചോളം അവന്റെ കൂടെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അവന് കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മിടുക്കാണെന്ന് നീയൊക്കെ തിരിച്ചറിയുക. നിനക്കൊക്കെ എന്താണ് ഒരു പെണ്ണും കൊണ്ട് ഇതൊന്നും തരാത്തത്? അതുകൊണ്ട് ഇത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് നീയൊക്കെ മനസ്സിലാക്കുക, പോയി പണി നോക്കുക. അതുകൊണ്ട് പാലക്കാട്ടുകാരന്മാർ നിനക്കൊക്കെ എത്രാം സ്ഥാനമാണ് തന്നത്? 3ാം സ്ഥാനം. ആ 3ാം സ്ഥാനത്തേക്ക് ചവിട്ടിക്കളഞ്ഞ നോട്ടയുടെ തൊട്ട് മുന്നിൽ വന്ന് കയറുന്ന നാണം കെട്ടവന്മാരെ, നിന്നെയൊന്നും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ട. പിന്നെ എന്ത് ഡയലോഗാണ്, എന്ത് വർത്തമാനമാണ് നിങ്ങൾ അവിടെ അടിക്കുന്നത്? അതുകൊണ്ട് ഈ പ്രതിഷേധം ഡിവൈഎഫ്ഐക്കാർ പാലക്കാട്ട് നടത്തിയ ആ തിണ്ണമെടുക്ക്, അത് മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുത്ത് നിങ്ങൾ ഇറക്കിയാൽ മതി. അതല്ലെങ്കിൽ അവനെ, ഇതുപോലൊരു ആവാസനെ, പെണ്ണുപിടിയനെ ഈ സംസ്ഥാനത്തെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയാക്കിയ ആ പാർട്ടി നേതൃത്വത്തോട് നിങ്ങൾ പോയി ചോദിക്കുക, ഈ പാർട്ടിയിൽ ഇതുപോലൊരു കുളക്കോഴിയെ, ഒരു കരിങ്കോഴിയെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യമേ ചർച്ച ചെയ്യുക. അതിനൊരു തീരുമാനമാക്കിയ ശേഷം മാത്രം മതി രാഹുലിന്റെ വിഷയത്തിൽ ഇടപെടുന്നത്. ഇനി നമുക്ക് BJPയുടെ പ്രതിഷേധം കാണാം. അവരുടെയും കാര്യം ഇത് തന്നെ. ജനങ്ങൾ ചവിട്ടിത്തൂത്ത് കളഞ്ഞ പാലക്കാട് A ക്ലാസ് ആണ്. അവിടെ ഇപ്പൊ താമര
വിരിയിക്കും എന്നും പറഞ്ഞ് നടന്ന നാണം കെട്ടവന്മാർക്കുള്ള കനത്ത പ്രഹരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ആ കനത്ത വിജയം. അപ്രകാരം ജനങ്ങൾ തിരഞ്ഞെടുത്ത ആ ജനപ്രതിനിധിയെക്കുറിച്ച് പറയുവാൻ ഇവന്മാർക്ക്, ഈ നാണം കെട്ടവന്മാർക്ക് എന്ത് അവകാശമാണുള്ളത്? ഇവന്മാരുടെ അച്ചി വീടാണോ പാലക്കാട്? ഇവന്മാരുടെ കുടുംബസ്വത്താണോ പാലക്കാട്? പാലക്കാട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നാണം കെട്ടവന്മാരെ ജനങ്ങൾ ചവിട്ടിത്തൂത്ത് കളഞ്ഞ, കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഈ നാണം കെട്ടവന്മാർ എന്തിനാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 19,000 വോട്ടിനടുത്ത് വിജയിപ്പിച്ച ആ MLA തടയുവാൻ നീയൊക്കെ ആരാണ് എന്ന് സ്വയം ചോദിച്ചു നോക്കുക, സ്വയം അപഹാസ്യരാകാതെ. അഡ്വക്കേറ്റ് ഇ കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന സംസ്ഥാന ഘടകത്തിൻ്റെ ട്രഷററായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണകുമാറാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. പാതിരാത്രിയിൽ കള്ളനെ പോലെയാണ് വന്നെന്ന. ഒരു കള്ളനെ പോലെയല്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, BMS അറിഞ്ഞു, CITU സംഘടനകൾ അറിഞ്ഞു, അവർ ക്ഷണിച്ചതനുസരിച്ച് അവരുടെ MLA വന്ന് ഉദ്ഘാടനം ചെയ്തു. രാത്രി 9:15 ആരംഭിക്കുന്ന സർവീസാണ്. അത് രാവിലെ സർവീസ് നടത്താൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് രാത്രി 9:15 സർവീസ് നടത്തി. അവിടെ നല്ല ആൾക്കൂട്ടം, ആ വീഡിയോയും ആ ഫോട്ടോയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ടല്ല വന്നത്, അവിടെ വളരെയേറെ സമയം സ്പെൻഡ് ചെയ്തു. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി നടത്തിയ ആ ഉദ്ഘാടന ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആ ഉദ്ഘാടന ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അവിടെ ഒരു ഒച്ചയുണ്ടായില്ല, ഒരു ബഹളമുണ്ടായില്ല, ആരും രാഹുലിനെ തടയുവാൻ ശ്രമിച്ചില്ല. ആ പാലക്കാട് ബംഗളൂരു സർവീസ് നടത്തുന്ന AC ബസിന്റെ ഫ്ലാഗ് ഓഫ് സെറമണി ഒന്ന് കണ്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം ആ ദൃശ്യങ്ങളിലേക്ക്. വളരെ മനോഹരമായ ഒരു ഫ്ലാഗ് ഓഫ് സെറമണിയാണ് അവിടെ നടന്നത്. അവിടെ ഒരു അപശബ്ദമുണ്ടാക്കുവാൻ, അവിടെ ഒരു പ്രതിഷേധമുയർത്തുവാൻ, ഒരു മുദ്രാവാക്യം വിളിക്കുവാൻ ഒറ്റ ഒരുത്തനും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം പാലക്കാട്ടെ ജനങ്ങൾ ആഗ്രഹിച്ച, വർഷങ്ങളോളം അവർ ആഗ്രഹിച്ച ഒരു സർവീസായിരുന്നു പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്കുള്ള ഒരു AC KSRTC ബസ് യാത്ര. പുതിയ വണ്ടികൾ വന്നതിൽ ഒരെണ്ണം പാലക്കാടിന് കൊടുത്തു. അതിൻ്റെ ഫ്ലാഗ് ഓഫ് സെറമണിയാണ് അവിടെ നടന്നത്. ആ മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയ്ക്ക് ആ MLA ഫ്ലാഗ് ഓഫ് സെറമണി നടത്തുകയും ചെയ്തു. ഇത് കണ്ട് സഹിക്കുക വയ്യാഞ്ഞാണ് DYFI ഇന്ന് രാവിലെ ആ പ്രതിഷേധം നടത്തിയത്. അവരുടെ ഉദ്ദേശം നിങ്ങൾക്കറിയാമല്ലോ. രാഹുലിനെ തടയില്ല, ആ വിഷയത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദൻ്റെ വാക്കും പഴയ ചാക്കും ഏതാണ്ട് ഒരുപോലാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ്. ഇന്നിതാ DYFIക്കാർ കളത്തിലിറങ്ങി. കാരണം ശ്രദ്ധ തിരിക്കണം. ശബരിമല ശാസ്താവിൻ്റെ സകലതും അടിച്ചുകൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളി തീവട്ടിക്കൊള്ളം നടത്തി ഇവന്മാരുടെ ആ കന്നം തെരുവുകൾ മറയ്ക്കണമെങ്കിൽ ഇതുപോലുള്ള നാറിയ പണികളുമായി ഇറങ്ങിയാൽ മാത്രമേ ആ ശ്രദ്ധ തിരിക്കൽ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ആ പറഞ്ഞ വാക്കെല്ലാം മറന്ന് ഇവന്മാർ കളത്തിൽ ചാടിയത്. കാരണം ആ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇനി ഇവന്മാർക്ക് രക്ഷ നേടണമെങ്കിൽ രാഹുലിൻ്റെ മണ്ടയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തിയേ പറ്റത്തുള്ളൂ. അതിൻ്റെ തുടക്കമാണ് ഇന്ന് നടന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം വീണ്ടും ആളിക്കത്തിച്ചാൽ, കാരണം ഇപ്പോൾ ഇത് കേക്കച്ചൻ, നമുക്കറിയാം പ്രതിപക്ഷം ഇവിടെ ഇല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് തകർന്നടിഞ്ഞു. ഈ തീവട്ടിക്കൊള്ളയുടെ, ഈ സ്വർണ്ണപ്പാളിക്കൊള്ളയുടെ, ഈ സ്വർണ്ണക്കൊള്ളക്കള്ളക്കടത്തിൻ്റെ എല്ലാം പങ്ക് മേടിച്ച് പോയി സദ്യ നക്കിയിട്ട ഈ നാണം കെട്ടവൻ, പിണറായിയുടെ വിരൽ വരെ നക്കിയ ഇവൻ എന്ത് പറഞ്ഞ് പ്രതിഷേധിക്കും? ഇവൻ ഇന്ന് ഞങ്ങളെ പേടിച്ച് മാത്രമാണ് ഇന്ന് ഒരു നാടകം നടത്തിയത്. DYFIക്കാർ ഈ വിഷയം ഏറ്റെടുത്ത് ഇതുപോലെ പ്രതിഷേധവും മറ്റു പരിപാടികളുമായി രാഹുലിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും, ഇവന്മാർ രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ലക്ഷ്യം. നമുക്കിനി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നടത്തിയ ആ പ്രതികരണം കാണാം. നിങ്ങൾ നോക്കുക, എത്ര ഗതികേടാണ്. ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവരെ സംബന്ധിച്ചുള്ള ഇത്രത്തോളം പാപ്പരത്തം, ഇത്രത്തോളം ഗതികേടിൻ്റെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇവന്മാർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പാലക്കാട്ട് ജനങ്ങൾ നാണം കെട്ട തോൽവി നൽകിയ ആ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററായ മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറയുന്നത്
കേട്ടിട്ട് നമുക്ക് ഉടനെ മടങ്ങി വരാം. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. രാത്രി ഏകദേശം 8:30-9 മണിക്കാണ് ഒരു KSRTC ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയതായിട്ട് വിവരം അറിയുന്നത്. അപ്പോൾ നമ്മളെല്ലാം വിവരം അറിയുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു ഗതികേട് ഒരു ജനപ്രതിനിധിക്കും ഉണ്ടാവരുതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. കാരണം ഈ പാത്തും പതുങ്ങിയും ഇരുട്ടിൻ്റെ മറവിൽ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5-6 പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സർക്കാർ തന്നെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രി തന്നെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചത് ഒരു കോഡ് ഭാഷയുണ്ടല്ലോ ഇവരുടെ, അതായത് ബാംഗ്ലൂർക്ക് വരുന്നോ എന്നുള്ളത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ശരിയായ ഒരു ഉദ്ഘാടനം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം വേറെ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം, ചെന്നൈയിലേക്ക് ഉദ്ഘാടനം ചെയ്യാം, മംഗലാപുരത്തേക്ക്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാംഗ്ലൂർ ബസ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തത് മന്ത്രി ബോധപൂർവം അത് ചെയ്തതാണോ എന്നുകൂടി ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് CPM-ന്റെ അറിവോടെ കൂടി തന്നെ അല്ലെങ്കിൽ സർക്കാർ അല്ല, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഭരിക്കുന്ന ആളുകളുടെ അറിവോടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ഉദ്ഘാടനം അദ്ദേഹത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ UDF-ൻ്റെ ഒരാൾ പോലും ആ സ്ഥലത്തില്ല, UDF-ൻ്റെ കൗൺസിലർമാരില്ല, ജനപ്രതിനിധികളെ അറിയിച്ചിട്ടില്ല, പത്രക്കാരെ അറിയിച്ചിട്ടില്ല, ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല, ഒരാൾക്കും ക്ഷണമില്ല. അപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം അദ്ദേഹത്തിന് വേണ്ടി സെറ്റ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ, നമുക്ക് അത് കാണുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുള്ളൂ. BJP ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അല്ല, ഇത്തരത്തിൽ രഹസ്യമായി രാത്രി നേരത്തെ ആരും അറിയാതെ തലയിൽ മുണ്ടിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ BJPക്കല്ല, ലോകത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ MLA ഒരു ഗതികേടാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഗണേഷ് കുമാർ, രാഹുൽ മാങ്കൂട്ടം, അവിടെ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ്, ഈ ഒരേ തൂവൽ പക്ഷികൾ പ്ലാൻ ചെയ്തിട്ട് ഇത്തരത്തിൽ പരിപാടി നടക്കുന്ന സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അതായത് 24 മണിക്കൂറും നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയുന്ന പത്രക്കാർ പോലും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അത് എന്താണ് മനസ്സിലാക്കിയത് വെച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ, ഇതെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണം നാട്ടുകാർ മുഴുവൻ കേട്ടതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. കൂടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റും ഈ വിഷയത്തിലൊക്കെ ആരോപണം നേരിടുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരേ തൂവൽ പക്ഷികളൊക്കെ ഇങ്ങനെ കൂടി രാത്രി നേരത്ത് ആരും അറിയാതെ, എല്ലാം രാത്രി നേരത്താണല്ലോ ഇവരുടെ പരിപാടിയെല്ലാം. പകൽ സമയത്ത് നാട്ടുകാരെല്ലാവരും അറിയുന്ന സമയത്ത് ജനപ്രതിനിധികൾക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പരിപാടി അവർക്ക് നടത്താൻ പറ്റുമോ പാലക്കാട്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.